നിനക്കത് ഇനി മനസ്സിലായില്ല. ആ ചേച്ചി എന്ന് പറയുന്നത് ഇതുവരെയായിട്ട് എന്നോട് നല്ല രീതിയിൽ പെരുമാറില്ല. അതായത് എന്നോട് വെച്ചാൽ ഞാൻ ഇച്ചിരി പൂവറാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എന്നെ അങ്ങനെ ഇഗ്നോർ ചെയ്ത് മാറ്റാം. അതെന്തോന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അത് ഈ അപർണ എന്നുള്ള ആൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് എന്തോ ടോർച്ചർ, എന്നെ മാത്രം എന്തെങ്കിലും ടോർച്ചർ ചെയ്ത് തരുന്നതാണ് അപർണ എന്നുള്ള ആൾ. ആ ലത ചേച്ചിനെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ലത ചേച്ചി ഒരിക്കലും എന്നെ പറ്റി ഇതൊരു നല്ല പറഞ്ഞു. എന്നാലും പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു നോർമൽ പാർട്ടിയല്ല, ഇച്ചിരി പൂർണ്ണാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടുള്ളതാണ് ചേച്ചി പോയത്. അതെന്തുകൊണ്ട് എനിക്കിപ്പോഴും മനസ്സിലായി. ഇവിടെ ഒന്ന് റിച്ച് പൂർ നോർമൽ എനിക്ക് വെവ്വേറെ ഇതില്ലല്ലോ. പിന്നെ ഇതിനെ ചേച്ചിയോട് കമ്പയർ ചെയ്യുന്നത് എനിക്ക് ഇവിടെ മനസ്സിലാവും. ഞാൻ നല്ല റെസ്പെക്റ്റോടെ തന്നെയാണ് ചേച്ചിയോട് പറയുന്നത്. ചേച്ചി എന്നുള്ളത് ഉപേക്ഷയുടെ കാര്യം ഞാൻ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പുറന്ന് എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാൻ ഞാൻ എവിടെയൊക്കെ പോകണോ അതൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഫുൾ എല്ലായിടത്തും പാട്ടകളാണ് അപ്പുറന്നേൻ്റെ ജോലി. എനിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ആഗ്രഹം. കാരണം ടോർച്ചർ സഹിക്കേണ്ടതും പിന്നെ ഇതൊക്കെ എന്താ പറയുക ഇഗ്നോർ ചെയ്ത് അതും സഹിക്കേണ്ടതും ഞാൻ തന്നെയാണ്. അല്ലെങ്കിൽ അപ്പുറമല്ല, സോറി ആഗ്രഹമല്ല. ലത ചേച്ചി കാപ്പി ഉണ്ടാക്കി തരോ? ഞാൻ മാത്രം എന്തിനാ അടുക്കളയിലേക്ക് വരുന്നത്? ചോദ്യം കേട്ടില്ല. കാപ്പി ആക്കിയോന്ന് ഞാൻ മാത്രം എന്തിനാ ആക്കേണ്ട ആവശ്യം? നിങ്ങൾക്കും കയ്യും കാലം എളുപ്പമില്ലേ? അവിടെ പോയിട്ട് അവിടെ നിന്ന് ഉണ്ടായി കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമൊന്നും വരത്തൊന്നുമില്ലല്ലോ. ഞാൻ ഏത് നേരം നോക്കിയാലും അടുക്കളയിൽ തന്നെ. കുറച്ച് ഫ്രീ വേണം. ഇത് ഞാൻ ബിഗ് ബോസിനോടൊപ്പം തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുക. എപ്പോൾ നോക്കിയാലും എന്നെ കൊണ്ട് മാത്രം ജോലി എടുപ്പിക്കുന്ന ഒരു ആൾക്കാരുണ്ട് ഇവിടെ. അവരൊക്കെ ഒന്ന് ശരിയാക്കി മാറ്റി കഴിഞ്ഞിട്ടാകുമ്പോൾ മാത്രമേ ഞാൻ അടുക്കളയിൽ പോകുള്ളൂ. എപ്പോൾ നോക്കുമ്പോൾ ഒരു ലത ചേച്ചി കാപ്പിയും മറ്റേത് മറിച്ചത് ഇത് എന്നൊക്കെ പറഞ്ഞ് എന്നിട്ടൊക്കെ വന്നു. ഞാനല്ലാതെ ഇവിടുത്തെ അടുക്കളക്കാരിയല്ല. അത് മക്കൾ ഓർക്കണം. ഏത് നേരം നോക്കിയാലും നീ മാത്രമേ ഇങ്ങനെ പറയുന്നത്. വേറെ ആരും എന്നോട് ഇങ്ങനെയൊന്നും പറയാറില്ല. വേറെ ആരും എന്നോട് പറയില്ല നമ്മൾ അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു. നീ മാത്രമേ ഇങ്ങനെ പറയാറുള്ളൂ. ലെന നീ മിണ്ടാതിരുന്നു കേട്ടോ. ലെന നീ മാത്രമേ എന്നോട് ഇങ്ങനെ പറയാറുള്ളൂ എന്തെങ്കിലുമൊക്കെ പോയിട്ട് ഉണ്ടാക്കുക. അല്ലാണ്ട് വേറെ ആരെങ്കിലും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട് നീ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും? പറ, വേറെ ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? നീ അല്ലാണ്ട് വേറെ ആരാ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? പറഞ്ഞതാ. ഏത് നേരം നോക്കിയാലും ഒരു ഇവിടെ അടുക്കള ജോലിക്കാരിയൊന്നല്ല ഞാൻ. അവിടുത്തെ ഒരു ടീം എന്താ പറയുക, അതിൻ്റെ അകത്തൊരു ഷെഫ് പോലെ എന്താ പറയുക മെയിൻ ഷെഫാണ് ഞാൻ. അല്ലാതെ ഇവിടുത്തെ അടുക്കളക്കാരിയൊന്നുമല്ല. എല്ലാവരും കൂടെ കുക്ക് ചെയ്യണത്. ഇപ്പം ഞാൻ മാത്രമേ അടുക്കളയിൽ നിൽക്കുന്നുള്ളൂ. കുറച്ച് സമയം എനിക്ക് ഫ്രീ അവിടെ വെച്ച് പുറത്തൊക്കെ ഞാൻ ചേച്ചി മറ്റേത് ലത ചേച്ചി ഇത് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴല്ലോ പിള്ളേരെ നോക്കുന്നുണ്ട്. ആണെങ്കിൽ സ്വന്തം ഉണ്ടാക്കി കുടിക്കടി. വീട്ടുകാരൊന്നും പഠിപ്പിച്ചില്ല. അതിൻ്റെ പ്രശ്നമാണ് ഓരോന്നിനൊക്കെ. വീട്ടുകാരെന്നല്ല ഞാൻ പറഞ്ഞത്. മിണ്ടാതിരി കൊച്ചേ. ലത ചേച്ചി കാപ്പി. ഇത് മറ്റേ ലെനേൻ്റെ പെർഫ്യൂം അല്ലേ എടുത്ത് വെച്ചേക്കാം. എൻ്റെ ബാഗിൽ കിടക്കട്ടെ. ഈ പറഞ്ഞതിനോടെ കളി പെർഫ്യൂം ഒട്ടിച്ച് വെക്കല്. എന്ത് ചെയ്യാനാകാം. ഒരു ഭംഗി കിട്ടുന്നില്ലല്ലോ. കൈ കാകുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി സ്കിൻ കെയർ എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു. ബിഗ് ബോസിനോട് പറയാം. ബിഗ് ബോസ് എനിക്കുണ്ടൊരു സ്കിൻ കെയർ എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു. നല്ല ഇതുണ്ട് ഫുൾ കരിവാളിപ്പോയി. എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്കിൻ കെയർ വേണം ബിഗ് ബോസ്. മുഖമൊക്കെ ആകെ പോയി. സ്കിൻ കെയർ